ചോദിച്ച വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ +2 ഒക്കെ റിസൾട്ട് വന്നു, ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് +2 കഴിഞ്ഞു, ഒരു ഡിഗ്രി എടുത്ത് കുറേ കാലം മുന്നോട്ട് പോയി, ഒന്നും ആയില്ല. അപ്പോൾ കുറച്ച് സപ്ലൈ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കുറേ പേരുണ്ട് CA CMA കോഴ്സുകൾ. ഇതൊക്കെ നല്ല കോഴ്സുകളാണ്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോബും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം നമ്മുടെ കാലിബർ കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കാലിബർ ഒന്നും ഇല്ല, നമ്മൾ കുറേ ഫ്രണ്ട്സ് പോയി അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഒരാൾ പോയി എന്ന് പറഞ്ഞ് നമ്മളൊരു CA കോഴ്സ് അല്ലെങ്കിൽ ഒരു CMA കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ ഒരു ACCA കോഴ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോയി. പക്ഷെ അതിൻ്റെ പാസ് പെർസെൻറ്റേജ് നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഒരു 2%, 10%, 15% ഒക്കെയാണ് പാസ് പെർസെൻറ്റേജ് ഇല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, അവിടെ ഫെയിലായി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ CA പഠിക്കാൻ പോയി അല്ലെങ്കിൽ CMA പഠിക്കാൻ പോയി എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടാത്തത്. അപ്പോൾ നമ്മൾ +2 കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തരത്തിൽ ഒരു കരിയറും ബിൽഡ് ചെയ്യണം, ഒപ്പം നമ്മുടെ അക്കാദമിക്സും കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നല്ലൊരു അക്കൗണ്ടിങ് കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല കോഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇൻഡസ്ട്രീസ്, ഇന്നത്തെ ബിസിനസ് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള കോഴ്സുകളായിരിക്കണം. ആ കോഴ്സുകൾ ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ്, AI യുഗമാണ്. അതുകൊണ്ട് ഇപ്പോൾ Excel ഒക്കെ ആണെന്നുണ്ടെങ്കിൽ AI വെച്ചാകുമ്പോൾ കുറേ വർക്ക് ലോഡ് കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ വർക്ക് ലോഡ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്ന പെട്ടെന്ന് കാര്യങ്ങൾ, ഇപ്പോൾ റിപ്പോർട്ടൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് ഓരോ ബിസിനസ്സും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഷോർട്ട് ഒരു 6 മാസത്തെയോ 1 ഇയറിൻ്റെ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് കോഴ്സ് നമ്മൾ പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പഠനം അവിടെ നിർത്തരുത്, പകരം നമ്മൾ അതോടൊപ്പം തന്നെ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ഡിഗ്രി കോഴ്സോ കാര്യങ്ങളോ നമ്മൾ എടുക്കുക. +2 കൊമേഴ്സ് കഴിഞ്ഞവർക്ക് പറ്റിയ ഒരുപാട് ഡിഗ്രീസ് ഉണ്ട്. BCom BBA അവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. BComലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താണ് പ്രോബ്ലം ഓറിയന്റഡ് ഒരു അക്കൗണ്ടിങ് മേഖലയിലോട്ട് ഒരു CFO ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഡിഗ്രി കോഴ്സാണ്. ഡിഗ്രി PGയിലോട്ട് പോകാം. ഇനി ഒന്നുകൂടി മാനേജറിയൽ ലെവലിലോട്ട് പോകണം, ഒരു ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു BBA കോഴ്സോ കാര്യങ്ങൾ എടുക്കുക. അതിനുശേഷം MBA ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഒത്തിരി വൈഡൻ ആയിട്ടുള്ള ചോയ്സ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഏൺ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ മാറണം. വിദേശ രാജ്യങ്ങളൊക്കെ ഓൾറെഡി എന്ത് ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഓടിക്കൊണ്ടിരിക്കുക നമുക്ക് പറയേണ്ടി വരും. നമ്മളിപ്പോഴും എന്താണ് ഒരുപാട് പുറകിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾ മാറിയാൽ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലോട്ടാണല്ലോ നമ്മൾ ഒരുപാട് അക്കൗണ്ടൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ GCC പോലെയുള്ള കോഴ്സുകൾ നമ്മൾ എടുക്കുക, അതുപോലെ CCA പോലുള്ള കോഴ്സുകൾ. അപ്പോൾ ഇതൊക്കെ എടുക്കുന്ന സമയം നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ എല്ലാ കരിക്കുലവും ഉണ്ട്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉണ്ട്. ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് മുതൽ Excel മുതൽ അങ്ങനെ ഒരുപാട് കോഴ്സുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യുക, അതോടൊപ്പം നമ്മൾ ഡിഗ്രി കൂടി കൊണ്ടുപോകുക. ഇനി മുതൽ പാരലായിട്ട് 2 കാര്യം കൂടി കൊണ്ടുപോകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ സക്സസ് ആവാനും നമ്മുടെ കരിയറിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത്തരത്തിലൊരു ചെറിയൊരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചു ഒരു അക്കൗണ്ടൻ്റ് ആയി. നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. ഇത് ചെറിയൊരു കാര്യമല്ല. ഡിഗ്രി കഴിഞ്ഞിറങ്ങാണ്, ഇപ്പോൾ ഞാനൊരു +2 കഴിഞ്ഞ് ഒരു BComന് പോയി എന്ന് വിചാരിക്കാം. ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമുണ്ട്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല, ഒരു സ്കില്ലില്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിലാണ് പഠിച്ചു പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, എക്സ്പീരിയൻസ് ഉണ്ട്, സ്കില്ലുണ്ട്, 2ൻ്റെ നോളജും ഉണ്ട്. അതായത് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന ഒരു രീതി വരും. അപ്പം അത്തരത്തിലായിരിക്കാം നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടത്. എന്ന് കരുതി CA CMA എന്ന് പറഞ്ഞതൊന്നും എന്തല്ല മോശം കോഴ്സുകളാണെന്നല്ല, അത് നമുക്ക് എടുക്കാം. അത് അത്തരത്തിൽ എന്ത് ചെയ്യുക, ഒരു ഡിസയർ വെച്ച് പഠിച്ചു പോകുന്നവർക്കാണ് അങ്ങനല്ലേ. നമ്മളൊരു അക്കൗണ്ടൻ്റ് ഒക്കെ ആവണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കോഴ്സുകളാണ്. ഇതിൽ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ ഫിൻതാലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിലൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് +2 കൊമേഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ കരിയർ ഗൈഡൻസ് ആണെങ്കിലും ആ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് മേഖലയിലോട്ടാണ് നിങ്ങൾക്ക് ഇവിടെ, അങ്ങനെ കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് അറിയേണ്ടവരെല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.